ഇടുക്കി വിഷൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസ്റ്ററിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻറിയപ്പത്തിൻ്റെയും പെസഹ പാലിൻ്റെയും റെസിപ്പി കൊണ്ടാണ്. നമ്മളുടെ പരമ്പരാഗതമായി ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ഒരു ആചാരപരമായി നടക്കുന്നൊരു ചടങ്ങാണ്, വളരെ ദൈവികമായ ഒരു ചടങ്ങും കൂടിയാണിത്. അപ്പം ആ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഓർമ്മകൾ പെസഹയെക്കുറിച്ചുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷകരമായ കുറേ ഓർമ്മകളുമായിട്ടാണ് ഇന്നത്തെ റെസിപ്പിയുമായി ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഇൻറിയപ്പം റെഡിയാക്കിയിരിക്കുന്നത് പുട്ടുപൊടിയിലാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രുചികരമായ ഇൻറിയപ്പം വേഗത്തിൽ തയ്യാറാക്കി നോക്കാം. നേരത്തെയൊക്കെ ഉള്ള കാലങ്ങളിൽ അരിയൊക്കെ ഇടിച്ച് പൊടിച്ച് ഒക്കെ എടുത്താണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിത് പുട്ടുപൊടിയിലാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല രുചികരമായൊരു അതുപോലെ തന്നെ ഇൻറിയപ്പമാണ്. നമ്മളുടെ കുരിശപ്പവും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കാം. കുരിശപ്പത്തിന് ഇതുപോലെ തന്നെ ഇത് തന്നെയാണ്, സെയിം തന്നെയാണ് അതിൻ്റെ ആ ഒരു ബാറ്ററൊക്കെ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങ നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആ കുരിശപ്പം ഉണ്ടാക്കുന്നതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മാവിൻ്റെ ആ ഒരു രീതിയൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിയാക്കി നോക്കാം. ഇൻറിയപ്പത്തിൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് വാഴയില റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ഫ്രഷ് വാഴയില മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടൊന്ന് വാട്ടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ആദ്യത്തെ പണിയാണിത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ വേഗം തന്നെ തീരും. അപ്പോൾ ഇതുപോലെ വാഴയില ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വയ്ക്കണേ. വാഴയില മുറിച്ചെടുക്കുന്നത് ഓരോരുത്തരെയും ഉണ്ടാക്കുന്ന ഇൻറിയപ്പത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കണേ. വലുതായിട്ടുണ്ടാക്കുവാണെങ്കിൽ വലിയ സൈസിൽ മുറിച്ചെടുക്കുക. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ്. ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മളുടെ വെളുത്തുള്ളിയാണ്, അതും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ പുട്ടുപൊടിയാണ്. പുട്ടുപൊടി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മൾ തന്നെ വറുത്ത് പൊടിക്കുവാണ് നല്ലത്. പിന്നെ ഞാനിപ്പം വേഗത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 1 കപ്പ് എടുക്കുന്നുണ്ട്. നമ്മളുടെ അളവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ആളുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണം. അതനുസരിച്ച് അളവിലും മാറ്റം വരുത്തണേ. പിന്നെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. പുട്ടുപൊടിയുടെ അതേ അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കുറയ്ക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പം കുറച്ച് കൂടുതലാണ് ചെയ്തിരിക്കുന്നത്. 1 കപ്പിന് 1 കപ്പ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക്. എന്നിട്ട് ഞാനിവിടെ 2 തവണയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരയണം കേട്ടോ. ആ ഒരു തേങ്ങയുടെ ആ കൊത്തൊക്കെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. തരങ്ങില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കുന്ന വെളുത്തുള്ളിയുടെ അളവ് നമുക്ക് കുറച്ചും കൂടി കൂട്ടാട്ടോ, കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇൻറിയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെ ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ ആ മണവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ കൂട്ടിയിടാം. പക്ഷേ ഇൻറിയപ്പത്തിന് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ വേഗത്തിൽ അത് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ദിവസമൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയുടെ അളവ് കുറയ്ക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ കഴിക്കാനുള്ളവരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ചും കൂടിയൊക്കെ വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളുടെ പൊടി ഉണ്ടല്ലോ, എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നാണ് പെസഹന് പറയുന്നത്. അപ്പം പുളിപ്പില്ലാത്ത അപ്പമാണ് കേട്ടോ അന്നുണ്ടാക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വട്ടയപ്പം ഉണ്ടാക്കി തരുമായിരുന്നു അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. പെസഹ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ആ വട്ടയപ്പം കിട്ടാനും അതുപോലെ ഇൻറിയപ്പം കഴിക്കാനും ഒക്കെ ഞങ്ങൾക്കൊരു മത്സരം തന്നെയായിരുന്നു ആ സമയത്തെന്ന് പറയാം. ഒരുപാട് ഓർമ്മകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് ഇതുപോലെ നമ്മളുടെ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കാം.
വാഴയിലയിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മളുടെ ആ ഉള്ളം കൈ കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കോണോട് കോണ് മടക്കിയെടുക്കാം. നല്ല കറക്റ്റായിട്ടിരിക്കും കേട്ടോ. വാട്ടിയ വാഴയില ആയതുകൊണ്ട് കറക്റ്റായിട്ടിരുന്നോളും. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതുപോലെ വാഴയിലക്കകത്തേക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇൻട്രിയപ്പം ഇവിടെ നന്നായിട്ട് ഞാൻ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. പണ്ടുള്ള കാരണവന്മാർ നമുക്ക് വലിയ ചെമ്പിലാണ് അപ്പം പുഴുങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ചിരട്ടയൊക്കെ താഴേക്കിട്ട് വാഴയുടെ കൈയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ആണ് ഈ അപ്പം വെച്ച് പുഴുങ്ങിയെടുക്കുന്നത്. കുരിശപ്പവും ഇൻട്രിയപ്പവും ഒക്കെ ഒരേ ചെമ്പിൽ തന്നെ പുഴുങ്ങിയെടുക്കും. ഇപ്പം ഞാനിങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ചെറിയൊരു സ്റ്റീമറിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം നന്നായിട്ട് സ്റ്റീം ചെയ്ത് നന്നായിട്ട് ഒരു 10-20 മിനിറ്റത്തോളം ഇരുന്നാൽ നന്നായിട്ട് കുക്കായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻട്രിയപ്പം. അപ്പോൾ നമ്മളുടെ ഇൻട്രിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പെസഹ പാലും കൂടി റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. തേങ്ങ നന്നായിട്ട് ചിരണ്ടി എടുക്കുക. എല്ലാം നല്ല വൃത്തിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് വൃത്തിയോടുകൂടിയും ചിട്ടയായിട്ടും ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ആൾക്കാരുടെ അളവനുസരിച്ച് എണ്ണം അനുസരിച്ചാണ് കേട്ടോ ഈ തേങ്ങയുടെയൊക്കെ അളവ് തീരുമാനിക്കേണ്ടത്. ഒരുപാട് ആളുണ്ടെങ്കിൽ നേരത്തെ 5-6 ഒക്കെ തേങ്ങ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അളവാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചായിരിക്കണം നമ്മളെടുക്കുന്ന തേങ്ങയുടെ അളവ്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിരുമ്മി അതിനകത്തെ പാല്, ആദ്യത്തെ 1-ാം പാല് നമുക്ക് കളക്ട് ചെയ്യാം. നന്നായിട്ട് തിരുമ്മി. വീട്ടിലത്തെ മുതിർന്ന ആളാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു തരുന്നത്. എൻ്റെ വീട്ടിൽ ചാച്ചനായിരുന്നു ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാര്യം. ഇനി നമുക്ക് നന്നായിട്ട് പാല് പിഴിഞ്ഞെടുക്കാം. 1-ാം പാലാണ് ആദ്യം എടുക്കേണ്ടത്. പിന്നെ ഞാൻ 2-ാം പാലും പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ ഇപ്പം നമ്മളുടെ പെസഹയുടെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ചുക്കാണ് കേട്ടോ. ചുക്ക് ഒരു ചെറിയ 2 കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ആ ചുക്ക് ഇതുപോലെ ഒരു കല്ലിൽ വെച്ചിട്ടൊന്ന് ഇടിച്ച് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചുക്ക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചുക്ക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ജീരകമാണ് കേട്ടോ. അപ്പം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കണം. എൻ്റെ മിക്സിയുടെ ജാർ അത്ര പോരാ, അതുകൊണ്ട് നന്നായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കണേ. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ 2 കപ്പ് പാലിന് 1/4 കപ്പ് ശർക്കര ആ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആ ശർക്കരയിലേക്ക് നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും കൂടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമ്മളുടെ ശർക്കരയും ഏലക്കയും ജീരകവും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുക്കും കൂടി ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് അരിയും കൂടെ ഞാൻ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ആ ഒരു പാലിനകത്തേക്ക് ഒന്ന് കൂകി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് സഹായിക്കും. ഒരു 3 ടേബിൾ സ്പൂൺ അരി എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. 3 ടേബിൾ സ്പൂൺ അരി നന്നായിട്ട് വൃത്തിയായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം അത് പൊടിക്കുക. അപ്പം ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ അരി വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് കുക്കായി കിട്ടണം. തീയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് പെസഹ പാൽ റെഡിയാക്കി തുടങ്ങാം. അതിലേക്ക് നമുക്ക് പുതിയ കലവും പുതിയ തവിയും ഒക്കെയാണ് കേട്ടോ എടുക്കേണ്ടത്. നല്ല വിശുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ 2-ാം പാൽ തീയെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളുടെ തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ശർക്കരയും ചുക്കും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുരുത്തോല ഇടണം കേട്ടോ. കുരുത്തോല ക്രോസായിട്ട്
റെഡിയാക്കി ഇതിനകത്ത് ഇടണം. ഞാനിപ്പോൾ അത് ഇടുന്നില്ല. പെസഹ വ്യാഴാഴ്ചയാണ് കറക്റ്റായിട്ട് ഇത് ചെയ്യേണ്ടത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ കുരുത്തോല ഇതിനകത്ത് ചേർക്കുന്നില്ല. നിങ്ങൾ മറക്കരുത്, കുരുത്തോല ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്താണ് നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന കുരുത്തോല നമ്മൾ പെസഹ വ്യാഴാഴ്ചയാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു പെസഹ പാൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ടൊരു ക്രോസ് പോലെ ആക്കി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതാ ഈ രീതിയിലാണ് കേട്ടോ കുരിശ് അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കുരുത്തോല വെച്ചിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു നമ്മളുടെ ഒരു ഇത് നന്നായിട്ട് തിളച്ച് ആ ഒരു എന്താ പറയുക, നന്നായിട്ട് ചുക്കും ജീരകവും ഒക്കെ നന്നായിട്ട് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരി വറുത്തതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അരി വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഒന്നാം പാലും കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പാലിൻ്റെ കറക്റ്റ് ആ ഒരു പരുവത്തിലേക്ക് കിട്ടും. ഈ പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബാറ്റർ കറക്റ്റായിട്ട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു അളവെന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് വേണ്ടി വന്നു. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും അരി പൊടിച്ച് വറുത്തത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് യോജിപ്പിക്കാം. അപ്പോൾ അതാ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കിടന്ന് ഒരുപാട് നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമുക്ക് പരിശുദ്ധമായ പെസഹ പാല് ഇങ്ങനെ തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ഈ പെസഹായ്ക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പുതിയ നല്ല വീഡിയോസും പുതിയ നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. പെസഹായുടെ ഈസ്റ്ററിൻ്റെ ഒക്കെ 1000 മംഗളാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.